നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ കളം പിടിക്കാൻ കച്ചമുറുക്കി ഇറങ്ങുകയാണ് മുന്നണികൾ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം തെളിഞ്ഞു. 4 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായും പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. സംഭവബഹുലമായ ഒരു വാർത്താ പകലിലെ ചൂടുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് അടുത്ത അരമണിക്കൂറിൽ. പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ 24 ഇലക്ഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇതിന്റെ കരട് തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, പല ഘട്ടങ്ങളിലും ITയുടെയും EDയുടെയും ഒക്കെ റെയ്ഡ് വരുമ്പോഴും പല നേതാക്കളും അറസ്റ്റിലാവുമ്പോഴും ഒക്കെ ഈ പരാതി മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ സർക്കാരിനും ഏജൻസികൾക്കും ഒരു മാർഗനിർദ്ദേശം നൽകാൻ തയ്യാറായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനായുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ക്രിസ്റ്റിന, മുൻകാലങ്ങളിൽ പലതവണ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം ഉയരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും പല പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്ക് നേരെയും റെയ്ഡ്, അറസ്റ്റ് അടക്കമുള്ള നടപടികളുണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ തെരച്ചിലിനെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താണ് ED മടങ്ങിയത്. ഇതിന് പിന്നാലെ ഇന്ത്യ മുന്നണി നേതാക്കൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായി. 5 ഇടങ്ങളിൽ ഒരേ സമയമുണ്ടായ റെയ്ഡിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് മഹുവ മൊയ്ത്രയെയും തൃണമൂൽ കോൺഗ്രസിനെയും അപമാനിക്കാൻ ലക്ഷ്യം വെച്ചാണെന്ന് ആരോപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ളത്. ഇത് ഗൗരവത്തോടെ പരിശോധിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് അത് തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്നു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നാൽ ഏജൻസികളുടെ പ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിമിതികളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ കേന്ദ്ര സർക്കാരിനും ഏജൻസികൾക്കും ശക്തമായ മാർഗനിർദ്ദേശം നൽകാനുള്ള ഒരു തീരുമാനമാണ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. നിഷ്പക്ഷമായ നടപടികൾ മാത്രമേ ഉണ്ടാവൂ എന്ന കർശന നിർദ്ദേശം ഏജൻസികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും. അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരടാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത് എന്നാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ കൃത്യമായ വ്യക്തമായ തെളിവുകളുള്ള ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ റെയ്ഡ്, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയേക്കും എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഉടൻ തന്നെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2019 സമാനമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഏജൻസികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി V മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് LDF. പ്രചാരണ ബോർഡുകളിൽ മതചിഹ്നം ഉപയോഗിച്ചെന്നാണ് പരാതി. വിവാദമായതിനു പിന്നാലെ നേരത്തെ ഫ്ലക്സുകൾ നീക്കം ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി ചേരുന്നത് AV ജയശങ്കറാണ്. ജയശങ്കർ, എന്തായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ് ലംഘിക്കപ്പെട്ടതെന്ന പരാതിയാണോ LDF ഉന്നയിച്ചിരിക്കുന്നത്? ഈ പരാതി ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈകാര്യം ചെയ്യുക? അതായത് തെരഞ്ഞെടുപ്പുകളിൽ മതചിഹ്നം ഉപയോഗിക്കരുതെന്ന കൃത്യമായ ചട്ടമുണ്ട്. ഇത് ലംഘിച്ചു എന്ന് കാണിച്ച ഫ്ലെക്സ് ബോർഡുകളുടെ ചിത്രം ഉൾപ്പെടെയാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. വർക്കലയിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മുരളീധരൻ്റെയും പ്രധാനമന്ത്രിയുടെയും ചിത്രത്തോടൊപ്പം ഒരു പ്രാദേശിക ആരാധനാമൂർത്തിയായ ജനാർദ്ദന സ്വാമി എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ വിഗ്രഹം കൂടി ചേർത്തുകൊണ്ട് BJP പ്രവർത്തകർ ഫ്ലെക്സ് അടിക്കുന്നത്. ഈ ഫ്ലെക്സിനെതിരെ വ്യാപകമായി പ്രാദേശികമായി തന്നെ വിമർശനം ഉയർന്നു. പിന്നാലെ BJP പ്രവർത്തകർ
പ്രവർത്തകർ തന്നെ ഈ ഫ്ലെക്സ് ബോർഡ് എടുത്തു മാറ്റുകയും ചെയ്തു. പക്ഷേ ഇതിനുശേഷമാണ് നിലവിലിപ്പോൾ LDF പ്രവർത്തകർ അല്ലെങ്കിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ഇത് ഗുരുതര ചട്ടലംഘനമാണ്, മതചിഹ്നം ഉപയോഗിക്കരുതെന്ന നിർദ്ദേശമിരിക്കെ ഇത് ഉപയോഗിച്ച ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ള വോട്ട് നേടാൻ സ്ഥാനാർത്ഥി ശ്രമിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്ന പരാതി. നമുക്ക് ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ LDF നൽകിയിരിക്കുന്ന പരാതി നിലനിൽക്കുന്നതെന്നാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ പരാതി ലഭിച്ചിട്ടുണ്ട്. കമ്മീഷൻ ഇത് പരിശോധിക്കുന്നുവെന്നാണ് അനൗദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ പരാതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് LDF അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മുരളീധരനും ഒപ്പം BJPയും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇത് വലിയ തോതിൽ പ്രാദേശിക തലത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് LDFന്റെ തീരുമാനം. ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം ഒരു തരത്തിലും നടത്താൻ അനുവദിക്കില്ല എന്നും LDF നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് AV ജയശങ്കറാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ BJP സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എത്തുന്നതോടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായി. മണ്ഡലത്തിലെത്തുന്ന സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ ജില്ലാ നേതൃത്വം പൂർത്തിയാക്കി. രാഹുൽ ഗാന്ധി എന്നാണ് മണ്ഡലത്തിലെത്തുന്നത് എന്ന് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിനാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന വയനാട് മണ്ഡലത്തിൽ K സുരേന്ദ്രന്റെ വരവ് എന്ത് ചലനമുണ്ടാക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ 85,000-ലധികം വോട്ടുകൾ ഇവിടെ ലഭിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രഭാവത്തിൽ കഴിഞ്ഞ തവണ നേടാനായത് വെറും 68,000 വോട്ടുകളാണ്. ശക്തമായ രാഷ്ട്രീയ മത്സരമെന്ന സന്ദേശം നൽകാനാണ് K സുരേന്ദ്രന്റെ വരവോടെ BJP ശ്രമിക്കുന്നത്. അമേഠി വയനാട്ടിൽ ആവർത്തിക്കുമെന്നാണ് സുരേന്ദ്രന്റെ ആത്മവിശ്വാസം. IND മുന്നണിയുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ എന്തിന് പരസ്പരം മത്സരിക്കണം എന്നുള്ള ചോദ്യം അവിടെ ഉയരുകയാണ്. IND മുന്നണിക്കെതിരായിട്ടുള്ള ഏക ജനകീയ ബദൽ NDA മുന്നണിയാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ ജനങ്ങൾ എന്താണോ ചെയ്തത്, ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അത് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകും. എതിരാളി ആരെന്നു നോക്കിയല്ല LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചെന്നായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രതികരണം. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനാൽ പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലാണ് ആനി രാജ. എതിരാളി ആരെ എന്ന് നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പയിനുമായി, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി ഞങ്ങൾ വളരെ മുന്നിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. NDAയിൽ ഉൾപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇക്കുറി വയനാട്ടിൽ മത്സരരംഗത്തുണ്ട്. മത്സരരംഗത്തുനിന്ന് പിന്നോട്ടില്ലെന്ന് സ്ഥാനാർത്ഥി നുസ്രത് ജഹാൻ. ഇതൊരു ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധത്തിൽ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്തായാലും നമ്മൾക്ക് ഇവിടെ ഒരു പിളർപ്പുണ്ടാക്കാൻ ഞങ്ങളില്ല. അപ്പോൾ അത് അവർ തമ്മിലായിക്കോട്ടെ, നേതാക്കൾ തമ്മിലുള്ളതിൽ നമ്മൾ ഇതില്ല. നമ്മൾ അയച്ച ആള് നമ്മൾ യുദ്ധം ചെയ്യുക, സുരേന്ദ്രൻ അയച്ച ആളോട് സുരേന്ദ്രന് യുദ്ധം ചെയ്യണമല്ലോ. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CK ജാനുവിന് K സുരേന്ദ്രൻ കോഴ നൽകിയെന്ന പരാതി ഉന്നയിച്ച പ്രസീദ അഴീക്കോടും ഇക്കുറി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. 24 വയനാട്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നേതൃത്വത്തെ വെട്ടിലാക്കി CPI ജില്ലാ കൌൺസിൽ അംഗം കോൺഗ്രസിൽ ചേർന്നു. CPI പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കൌൺസിൽ അംഗവുമായ അബ്ദുൾ ഷുക്കൂറാണ് കോൺഗ്രസിൽ ചേർന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ഭിന്നതയാണ് അബ്ദുൾ ഷുക്കൂറിന്റെ കൂടുമാറ്റത്തിന് കാരണം. CPIയുടെ മണ്ഡലം സമ്മേളനം തെരഞ്ഞെടുത്ത മണ്ഡലം സെക്രട്ടറി കൂടിയാണ് അബ്ദുൾ ഷുക്കൂർ. പത്തനംതിട്ട ജില്ലാ കൌൺസിൽ അംഗവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി CPIയിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നതിനിടെയാണ് ഷുക്കൂറിന്റെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം. പ്രധാന കാരണം സംഘടനാ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി നേതൃത്വമായി വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്തിൽ CPI കാണിച്ച ഒരു സംവിധാനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടി ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. DCC ഓഫീസിലെത്തിയ അബ്ദുൾ ഷുക്കൂറിനെ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അടക്കമുള്ള നേതാക്കൾ ഷാളണിയിച്ച് സ്വീകരിച്ചു. രമേശ് ചെന്നിത്തലയുടെ പത്തനംതിട്ടയിലെ വിശ്വസ്തനായ നഹാസ് പത്തനംതിട്ട വഴിയാണ് അബ്ദുൾ ഷുക്കൂറുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയത്. ആന്റണി ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. അതേസമയം ജില്ലാ കൌൺസിൽ അംഗത്തിന്റെ പാർട്ടി മാറ്റം സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം നടത്താൻ CPI നേതൃത്വം തയ്യാറായിട്ടില്ല. 24 പത്തനംതിട്ട.
കോട്ടയത്ത് NDAയ്ക്കുള്ളിൽ തർക്കം രൂക്ഷമാകുന്നു. PC ജോർജിനെ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് തർക്കത്തിന് കാരണമായത്. ക്ഷണിക്കാത്തതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് PC ജോർജ് 24-നോട് പറഞ്ഞു. അതേസമയം യാതൊരു പ്രശ്നങ്ങളും NDA മുന്നണിക്കുള്ളിലില്ലെന്ന് കെ സുരേന്ദ്രനും വ്യക്തമാക്കി. പത്തനംതിട്ട സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിനു പുറമെ കോട്ടയത്ത് BDJ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി വരികയും ചെയ്തത് PC ജോർജിനെ ചൊടിപ്പിച്ചിരുന്നു. പരസ്യ പ്രസ്താവനകളിലൂടെ പ്രശ്നം വഷളായതോടെ BJP നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നു. പിന്നാലെയാണ് കോട്ടയം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ നിന്ന് PC ജോർജിനെ മാറ്റി നിർത്തി തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് പോലും PCയെ ക്ഷണിച്ചില്ല. പാർലമെന്റ് കൺവെൻഷനിലും തഴഞ്ഞു. ഇത് PCയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. BJPയിൽ നിന്ന് സുരേന്ദ്രൻ പങ്കെടുക്കണമെന്നാണ് BJPയുടെ പാർട്ടി തീരുമാനം. സുരേന്ദ്രനും പ്രാദേശിക നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എന്നോട് പങ്കെടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ പരസ്യ പ്രസ്താവന നടത്തി വെട്ടിലാകാതിരിക്കാൻ PC ജോർജ് ശ്രദ്ധിക്കുന്നുണ്ട്. NDAയിൽ പ്രശ്നങ്ങളില്ലെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലും PC ജോർജിനെ പ്രചാരണ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോട്ടയത്തേക്ക് തുഷാർ പ്രചാരണത്തിന് ക്ഷണിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നേരിട്ട് പോയി കാണേണ്ട ആവശ്യമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 24 കോട്ടയം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ഒരു ഫോട്ടോ കാരണം പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. 2019 വനിതാ മതിലിൽ സംഗീത വിശ്വനാഥൻ പങ്കെടുത്ത ഫോട്ടോയാണ് എതിരാളികൾ പ്രചാരണ ആയുധമാക്കുന്നത്. സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും സാമുദായിക സംഘടനകളുടെയും നേതൃത്വത്തിൽ 2019 ജനുവരി 1-നാണ് വനിതാ മതിൽ സംഘടിപ്പിച്ചത്. അതിൽ പങ്കെടുക്കുന്ന ഇടുക്കിയിലെ BDJ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥന്റെ ഫോട്ടോയാണിത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനായാണ് വനിതാ മതിൽ സംഘടിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്നത് LDFന്റെ വനിതാ മതിലിൽ പങ്കെടുത്ത ആളാണ് NDA സ്ഥാനാർത്ഥിയെന്നാണ്. സംഗീത വിശ്വനാഥന്റെ വിശദീകരണം ഇങ്ങനെ: ഇല്ല, ഞാൻ പങ്കെടുത്തത് നവോത്ഥാന മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഭാഗമായി, സ്ത്രീ ശാക്തീകരണത്തിന് ഭാഗമായി SNDP യോഗത്തിന് വനിതാ സംഘത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ നിർദ്ദേശാനുസരണം ചെയ്തിട്ടുള്ള ഭാഗമായിട്ടാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അതൊരിക്കലും BJPക്കെതിരോ അല്ലെങ്കിൽ ആചാരങ്ങൾക്കെതിരോ ഒന്നുമല്ല, വിശ്വാസത്തിനെതിരോ ഒന്നുമല്ല. SNDP യോഗം എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിയുറച്ച് നിൽക്കുന്ന ഒരു പ്രവർത്തകയാണ് ഞാൻ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതല്ലാതെ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ വലിച്ചിഴയ്ക്കുകയാണ്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലാക്കുന്നതിന് വേണ്ടി വലിച്ചിഴയ്ക്കുന്നതെന്ന് മാത്രം. ആലുവയിലാണ് വനിതാ മതിലിൽ സംഗീത വിശ്വനാഥൻ പങ്കെടുത്തത്. എന്തുതന്നെയായാലും ഈ ഫോട്ടോ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവ ചർച്ചയാണ്. 24 ഇടുക്കി. കരയാളർ തോട്ടത്തിലെ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം ചുവടുവെച്ച് M. മുകേഷ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആര്യങ്കാവിലെത്തിയപ്പോഴായിരുന്നു മുകേഷിന്റെ വൈറൽ നൃത്തം. ആര്യങ്കാവിലെ 3ാമത് സ്വീകരണ കേന്ദ്രമായിരുന്നു കരയാളർ തോട്ടത്തേത്. കൈകൊട്ടിക്കളിച്ചും നാടൻപാട്ടു പാടിയുമാണ് വിദ്യാർത്ഥികളും തൊഴിലാളികളും മുകേഷിനെ സ്വീകരിച്ചത്. ഒടുവിൽ സ്ഥാനാർത്ഥിയും അവർക്കൊപ്പം ചുവടുവെച്ചു. ആടിയും പാടിയും മുകേഷ് കളം നിറഞ്ഞപ്പോൾ ചുറ്റും നിലയ്ക്കാത്ത കരഘോഷം. നിറത്തിന്റെ പേരിൽ കലാകാരനെ മാറ്റി നിർത്തുന്നവരോടുള്ള ശക്തമായ പ്രതിഷേധം കൂടിയാണിതെന്ന് മുകേഷ് പറഞ്ഞു. കല എന്ന് പറയുന്നത് കഴിവാണ്. അവർ പ്രകടിപ്പിക്കുന്നത്, കാണിക്കുന്നതാണ് അതിന്റെ സൗന്ദര്യം, അല്ലാതെ മുഖത്തെ നിറവോ കളറോ ഒന്നും അല്ല. ഇത്തരത്തിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നതിന്റെ ദുസ്സൂചനയാണ്. അയ്യന്റെ മക്കൾ എന്ന പേരിലുള്ള സംഘത്തിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. പ്രചാരണത്തിനിടയിലെ ഡാൻസ് എന്തായാലും സമൂഹമാധ്യമങ്ങളിൽ തരംഗമാണ്. 24 കൊല്ലം. മലബാറിന്റെ വാണിജ്യ തലസ്ഥാനമാണ് കോഴിക്കോട്. ഇത്തവണ വികസനമാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. ജനപ്രതിനിധികളിൽ നിന്ന് അഭിപ്രായം തേടി പ്രകടന പത്രിക പുറത്തിറക്കി വോട്ട് ചോദിക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രഖ്യാപനം. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി പ്രതിരോധിക്കുകയാണ് UDF സ്ഥാനാർത്ഥി MK രാഘവൻ. വികസന സാധ്യതകൾ ഒട്ടേറെയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ. രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം വികസനവും ചർച്ചയാക്കുകയാണ് മുന്നണികൾ. സാഹിത്യ കേന്ദ്രം മുതൽ മെട്രോ വരെയുണ്ട് സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനങ്ങളിൽ. വികസനമാണ് ഇത്തവണയും കോഴിക്കോട്ടെ മുന്നണികളുടെ തുറുപ്പുചീട്ട്.
ജില്ലയ്ക്ക് കൃത്യമായ വികസനം ലഭിച്ചോ എന്നാണ് ചോദ്യം. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം വികസന പ്രവർത്തനങ്ങൾ എത്തി നോക്കിയിട്ടില്ലെന്നാണ് ഇടതുമുന്നണിയുടെ വാദം. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് മോഡറേറ്ററായി ഇടതു സ്ഥാനാർത്ഥി എളമരം കരീം MP പങ്കെടുത്ത വികസന സെമിനാറിൽ ഉയർന്നത് സിറ്റിംഗ് MPക്കെതിരായ രൂക്ഷ വിമർശനങ്ങൾ. ലോകസഭ അംഗമെന്ന നിലക്ക് കഴിഞ്ഞ 15 വർഷക്കാലമായി കോഴിക്കോടിന്റെ വികസന മുന്നേറ്റത്തിൽ എന്തെങ്കിലും ഒരു അടയാളത്തെ ബാക്കി വെക്കാൻ ഇതുവരെ നമ്മുടെ MP ആയിരുന്ന ആൾക്ക് സാധിച്ചിട്ടില്ല. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ജനപ്രതിനിധി ചെയ്തത് ഞാൻ അതിന്റെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും തിരിച്ച് അതിന് വിരുദ്ധമായിട്ടുള്ള സമരത്തിനകത്ത് അണിനിരക്കുകയും ചെയ്ത ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കോന്നിയിലെ മാലിന്യത്തോടും STP അതിനെല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളും സൃഷ്ടിച്ചത് അന്നത്തെ MP ആണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇടതുമുന്നണിയുടെ വിമർശനങ്ങളെ വികസന പട്ടിക നിരത്തി വെല്ലുവിളിക്കുകയാണ് MK രാഘവൻ MP. മെഡിക്കൽ കോളേജ് 200 കോടിയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, ക്യാൻസർ സെന്റർ 38 കോടിയുടെ പ്രോജക്റ്റ്, അതുപോലെ മാനസികാരോഗ്യ രംഗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇംഹാൻസ്, അതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള CRC കോമ്പസ് റീജിയണൽ സെന്റർ, ഇതെല്ലാം കാണുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ 471 കോടിയുടെ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിനെതിരെ സമരം ചെയ്ത ആളാണ് ഇത് പറയുന്നത്, ആലോചിക്കണം. ഇതെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയില്ല. ഗതാഗത സൗകര്യങ്ങൾ, ടൂറിസം വികസനം, ബേപ്പൂർ തുറമുഖം, ഇങ്ങനെ LDFന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ടാകുമെന്ന് എളമരം കരീം MP. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലും UPAയുമായി ബന്ധപ്പെട്ട മെമ്പറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അത് ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർ നടപടിയെടുക്കണമെന്നാണ് ജനപ്രതിനിധികൾ പറഞ്ഞ അഭിപ്രായം. അത് വളരെ ശരിയാണ്. കോഴിക്കോട് വിമാനത്താവളം, കോഴിക്കോട് റെയിൽവേ, കോഴിക്കോട് തുറമുഖം, ബേപ്പൂർ തുറമുഖം, പിന്നെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ, വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റണം എന്നുള്ള അഭിപ്രായം, ഇതെല്ലാം നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലും കേരള ഗവൺമെന്റിന് മുമ്പിലും വെക്കാവുന്ന നിർദ്ദേശങ്ങളാണ്. വികസന കാര്യത്തിൽ ആര് എന്ത് ചെയ്തുവെന്നും ഇനി എന്ത് ചെയ്യുമെന്നുമുള്ള വിലയിരുത്തലിലാണ് കോഴിക്കോടിന്റെ വോട്ട് മനസ്സ്. ആ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് മുന്നണികൾ. ചർച്ച വികസനത്തെ ചുറ്റിപ്പറ്റിയാകുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് സന്തോഷമാണ്, അതിലുപരി പ്രതീക്ഷയും. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ല. പല കാര്യങ്ങൾ പറഞ്ഞ് രാജ്യം മുഴുവൻ യാത്രകൾ നടത്തിയ രാഹുൽ ഗാന്ധി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മിണ്ടിയില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതി നിയമം ചട്ടങ്ങൾ വന്നപ്പോൾ പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയും സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ചിരിക്കുന്നു. നേതാക്കളുടെ ഈ ചിരി തീ തിന്നുന്ന കോടിക്കണക്കിന് ആളുകളെ നോക്കിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളാകെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടില് വിരുന്നുണ്ണുകയായിരുന്നു. ആരെയും ഈ പറയുന്ന പ്രതിഷേധത്തിൽ കണ്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ആ സമയം വിദേശത്ത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. രാഹുൽ ഗാന്ധിയും മിണ്ടിയില്ല. പാർലമെന്റിൽ ചർച്ച നടന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ മൂലയ്ക്കിരിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വയനാട്, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 24 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM BJP അന്തർധാര എന്ന ആരോപണം തുടർന്ന് കെ മുരളീധരൻ. വോട്ട് മറിക്കാൻ LDFന് BJPയുമായി ഡീൽ. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്താൽ കുടുംബം അകത്താകുമെന്ന ഭയമാണ് പിണറായി വിജയനെന്നും കെ മുരളീധരൻ വിമർശിച്ചു. LDF തിരിച്ച് BJPക്ക് മറിക്കുക എന്നുള്ള സംശയമാണ് ഇവിടെയുള്ളത്. ഏത് ഡീല് നടന്നാലും കേരളത്തിൽ 20-20 UDF ജയിക്കും. കാരണം ജനങ്ങൾ UDFനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അതിൽ യാതൊരു മാറ്റവും. അതുകൊണ്ട് ആരെന്തൊക്കെ ഡീല് നടത്തിയാലും കേരളത്തിലെ 20 സീറ്റുകളും UDFനാണ്. രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നതിന് പകരം നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ സ്വന്തം കുടുംബം അകത്താവുന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾ ജനം അവജ്ഞയോടെ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കർണാടക BJPയിൽ മഞ്ഞുരുകുന്നു. ഇടഞ്ഞു നിന്ന മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറും അയഞ്ഞു. ബലഗാവി സീറ്റിൽ നിന്നും ജഗദീഷ് ഷെട്ടാർ മത്സരിക്കും. മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ KS ഈശ്വരപ്പയ്യനെ നയിപ്പിക്കാൻ ഇനിയും നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയ ജഗദീഷ് ഷെട്ടാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് തിരികെ BJPയിലേക്ക് എത്തുന്നത്. ഹുബ്ബള്ളി, ധാർവാഡ്, ഹാവേരി മണ്ഡലങ്ങളായിരുന്നു ഷെട്ടാറിന്റെ ആവശ്യം. എന്നാൽ ഇത് രണ്ടും BJP അനുവദിച്ചില്ല. ഇതോടെ ഷെട്ടാർ വീണ്ടും ഇടഞ്ഞു. ബലഗാവി നൽകാമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാതിരുന്ന ഷെട്ടാർ പിന്നീട് വഴങ്ങി. ലിംഗായത്ത് വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന ജഗദീഷ് ഷെട്ടാർ ശീതസമരം അവസാനിപ്പിച്ചത് BJPക്ക് ഗുണകരമാണ്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കർണാടക മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ സദാനന്ദ ഗൌഡ BJP വിട്ടിട്ടില്ല. പാർട്ടിയിൽ നിന്ന് തന്നെ കുടുംബാധിപത്യത്തിനെതിരെ പോരാടുമെന്നാണ് പ്രഖ്യാപനം. മകൻ കാന്തേഷിന് ഹാവേരി സീറ്റ് നിഷേധിച്ചതോടെ ഇടഞ്ഞ KS ഈശ്വരപ്പയെ അനുനയിപ്പിക്കാൻ നേതൃത്വത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഈശ്വരപ്പ. BS യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്ര ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ. 24 ബംഗളൂരു. പാലക്കാട് നിയമസഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകില്ലെന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന ആരെ സഹായിക്കാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. CPIM BJP ബന്ധത്തിന്റെ വലിയ ഉദാഹരണമാണ് K സുരേന്ദ്രന്റെ പ്രസ്താവന. വോട്ട് മറിക്കാനുള്ള സാധ്യത തേടലാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ പരാമർശമെന്നും ഷാഫി പറമ്പിൽ ഷാർജയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പ്രവാസികളുടെ വോട്ട് തേടിയാണ് ഷാഫി പറമ്പിൽ ഷാർജയിലെത്തിയത്. BJP പ്രസിഡന്റിന്റെ പാലക്കാട്ടെ പ്രസ്താവന ഒരു കാരണവശാലും പാലക്കാട് ബൈ ഇലക്ഷൻ വരില്ല എന്നുള്ളത് അസന്നിഗ്ധമായൊരു പ്രഖ്യാപനം പോലെ പറയാം. അന്ന് വേറൊരു പാർട്ടിയുടെ നേതാവ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അവർ ജയിക്കും എന്നല്ല പറയുന്നത്, മറിച്ച് ഞങ്ങൾ തോൽക്കുന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ CPM ജയിക്കുന്നുള്ളതാണ്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ആവർത്തിച്ച് പാലക്കാട് ബൈ ഇലക്ഷൻ വരില്ല എന്ന് പറയുന്നതിൻ്റെ സാരം എന്താണ് എന്നുള്ളത് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അത് വോട്ടിൻ്റെ ഷിഫ്റ്റിനുള്ള സാധ്യതകൾ തേടുകയാണെന്നുള്ളത്. അതല്ലെങ്കിൽ ഒരു മെസ്സേജ്, സാധാരണ അത് അന്തർധാര എന്ന് നമ്മൾ ഇൻവെർട്ടഡ് കോമയിലിട്ട് വിളിക്കുന്ന സാധനം ഇച്ചിരി പരസ്യമായാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിച്ചതാണോ എന്ന് പോലും സംശയിക്കത്തക്ക തരത്തിലാണ് അവരതിനോട് റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു വടകരയിൽ അത് വില പോകില്ല. കാരണം നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനതയാണ് വടകരയിലുള്ളത്. അങ്ങനെ എന്തെങ്കിലും നെക്സസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടികളും അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നും. കോൺഗ്രസിന്റെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 5ാം പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഒഴിച്ചിട്ടു. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തലവേദനയായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. അമേഠിയിലും റായ്ബറേലിയിലും സസ്പെൻസ് തുടരുകയാണ്. 5ാം പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഒഴിച്ചിട്ടതോടെ മണ്ഡലത്തിലേക്ക് ആരെത്തുമെന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം ഉപേക്ഷിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ഒരു വിഭാഗം നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും ഇത്തവണ സോണിയാഗാന്ധി മത്സരരംഗത്തുനിന്നും മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടുപോകുമെന്നാണ് പ്രവർത്തകരുടെ ആശങ്ക. സിറ്റിംഗ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണ്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അസമിൽ നവബോയ്ച MLA ഭരത് നാരഹാണ് ഒടുവിൽ പാർട്ടി വിട്ടത്. BJPയിലേക്കാണെന്നാണ് സൂചന. 24 ഡൽഹി. 24 ഇലക്ഷൻ പൂർണ്ണമാവുകയാണ്.